ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വോക്കിംഗ് ഐറിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ഇത് പല കളറിലുള്ളതുണ്ട്. പിങ്ക്, വെള്ളയും വയലറ്റും കൂടെ മിക്സ്, പിന്നെ മഞ്ഞ തന്നെ. എൻ്റെ കയ്യിലുള്ളത് മഞ്ഞ മാത്രമുള്ളതാണ്. ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ചെടിയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്. വോക്കിംഗ് ഐറിസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ചെടി നമ്മൾ നട്ട് അതിൽ നിന്ന് ഒരു പൂങ്കുല ഉണ്ടായിക്കഴിഞ്ഞാൽ 3-4 പൂവ് ഒരു പൂങ്കുലയിലുണ്ടാവും. പൂവെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ഈ പൂങ്കുല ഭാരം കൊണ്ട് തന്നെ താഴെ വീണിട്ട് ഓരോ പൊട്ട് വരുന്ന ഓരോ ഭാഗത്തു നിന്നും ഒന്നിൽ ചിലപ്പം വേരായിട്ട് വരും, അതല്ല വേരിങ്ങനെ വരും, അല്ലെങ്കിൽ വേരില്ലെങ്കിലും അത് ഭാരം കൊണ്ട് താഴേക്ക് വീഴുമ്പോഴത്തേക്കും അത് ഇവിടെ മണ്ണിൽ ടച്ച് ചെയ്യുന്ന അവിടെ വെച്ച് പുതിയ ചെടിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ പോകുന്ന വഴിയെല്ലാം പൂവ് ഉണ്ടാകുന്നു, അല്ലെ ചെടി ഉണ്ടാകുന്നുള്ള മീനിങ്ങിലാണ് ഇതിന് വോക്കിംഗ് ഐറിസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡിലും പിന്നെ അതുപോലെ തന്നെ വെയിലത്തും വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം മനസ്സിലാവും, ഞാൻ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. ഇനി അതല്ല, ഇനിയിപ്പോൾ നല്ലൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് അവിടെ വേറെ ചെടികളൊന്നും വളരത്തില്ല എന്നുള്ളൊരു കേസിൽ വരുന്ന ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചെടി നടാം. നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. പിന്നെ അധികം വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം വെള്ളം ഇല്ലെങ്കിലും അത് അതിജീവിച്ച് പോകുന്നൊരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വാളിൻ്റെ ഷേപ്പാണ്. അപ്പം ഇതിന് സ്വാഡ് പ്ലാന്റ് എന്നും പേര് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ചെടി മൊത്തമായിട്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു മയിൽ ഇങ്ങനെ പീലി വിരിച്ച് നിൽക്കുന്ന ഒരു ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ പീകോക്ക് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഓർക്കിഡിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് പാവങ്ങളുടെ ഓർക്കിഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് എന്തായാലും ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നശിച്ചു പോകാത്തൊരു ചെടിയാണിത്. കാര്യം എങ്ങനെ ആയാലും ഇത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നട്ടില്ലെങ്കിൽ പോലും ഈ പൂങ്കുല താഴെ വീണ് പുതിയ ചെടി ഉണ്ടാകും. ഇനി അതല്ല, നമുക്കിനി പുതിയതായിട്ട് നടണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ബൾബ് എന്നാണ് പറയുന്നത്. ഓരോ ബൾബ് നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്തിരി വെയിലത്തായതുകൊണ്ടാണ് അത്ര ഒരു ഭംഗി തോന്നാത്തത്. അല്ലാതെ നമ്മൾ കാണുവാണെങ്കിൽ ഒരു ഇത് കാണുമ്പോൾ ഡാർക്ക് പച്ചയിൽ ഇതുപോലെ തന്നെ മഞ്ഞ പൂക്കൾ നിൽക്കുമ്പം വളരെ മനോഹരമാണ് ആ കാഴ്ച തന്നെ. പിന്നെ ഷെയ്ഡിലും നമുക്ക് നടാമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. കാര്യം വേറെ ചെടികളൊന്നും നടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ചെടി അവിടെ നല്ല രീതിയിൽ നമുക്ക് നടാൻ പറ്റും. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഉദ്യാനത്തെ മനോഹരിയാക്കുന്നൊരു ചെടി തന്നെയാണിത്. ഇതിൻ്റെ പല കളറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഈ മഞ്ഞ തന്നെയാണ്. വെള്ളയും വയലറ്റും ഇത്രയും വലിപ്പം ഇല്ലെന്ന് തോന്നുന്നു പൂവിന്. പിന്നെ അതിനേക്കാളും ഭംഗി കാണാൻ ഇത് തന്നെയാണ്. കാര്യം ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പരിചരണങ്ങളൊന്നും അധികം വേണ്ട. എങ്ങനെയായാലും ചെടി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. വലിയ കെയറിങ് ഒന്നും വേണ്ട. അങ്ങനെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.